ഹലോ ഗൈസ്, പുതിയ ബ്ലോഗിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ആരോ ഒരുവൻ അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. ഞാൻ പിന്നീട് സ്റ്റാറ്റസ് നോക്കിയിട്ട് പറയാം ഇവൻ ആരാണെന്ന്. 2-3 വണ്ടികൾ പോകാനുണ്ട് ഇപ്പം. അതിലാദ്യത്തെ ഒരുവനാണ് ഇപ്പോൾ കടന്നു വരാൻ പോകുന്നത്. AP7 ഒരു LHB ട്രെയിൻ വരുന്നുണ്ട്. ഇത് മിക്കവാറും നേത്രാവതി എക്സ്പ്രസ് ലോക്മാന്യത്തിന് തിരുവനന്തപുരം സെൻട്രൽ, മുംബൈ LTT തിരുവനന്തപുരം സെൻട്രൽ നേത്രാവതി എക്സ്പ്രസ് ആണ് ആദ്യം കടന്നു പോകുന്നത്. ഈ വണ്ടി ഒരു സെൻറ്റിമെൻറ്റ്സ് വണ്ടിയാണ് ഗൈസ്. നേത്രാവതി എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ തന്നെ സെൻറ്റിമെൻറ്റ്സ് ആണ്. കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് യാത്ര ചെയ്ത വണ്ടിയാണ് നേത്രാവതി. നേത്രാവതി ആണെങ്കിലും മംഗളയാണെങ്കിലും ഒരുപാട് യാത്രകൾ നടത്തിയ വണ്ടികളാണ്. അതുപോലെ ജയന്തിയും. ഇവരൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തരുന്ന ട്രെയിനുകൾ. ഇവരൊക്കെ കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. അപ്പോൾ അതാ നേത്രാവതി കടന്നു പോയിരിക്കുന്നു. ഇനി അടുത്ത വണ്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇനി വരാനുണ്ട്, ധൻബാദ് വരാനുണ്ട്, SMBD കട്ര, കന്യാകുമാരി, ഹിംസാഗർ വരാനുണ്ട്. 2-3 വണ്ടികൾ ഇനി വരാനുണ്ട്. ഇനി ആ വണ്ടികൾ വരുമ്പോൾ ബാക്കി വീഡിയോസ് എടുക്കാം ഗൈസ്. സർപ്രൈസ് എൻട്രി. നമ്മുടെ മുത്താണിവൻ. ഇവനെ ഓർമ്മയുണ്ടോ? മുംബൈ LTT തിരുവനന്തപുരം നോർത്തിൻ്റെ പെയറിംഗ് ട്രെയിൻ. വണ്ടി ഇവിടെ നിർത്തി. മുമ്പിലൊരു ഫ്ലൈറ്റ് പോയിട്ടുണ്ട് BCNR വെച്ചിട്ട്. അതുകൊണ്ടാണ് ഇവൻ വന്നതും ഹോണടിച്ചിട്ടാണ്. അപ്പോഴാണ് ഞാൻ എത്തുന്നത്. ഇവനെന്നെ ഏൽപ്പിച്ചു ശരിക്കും പറഞ്ഞു. നമ്മുടെ കോച്ച് ചെയ്യണം എന്താ വരുന്നത്. ഇതായിരുന്നു നമ്മുടെ കോച്ച്. അവന് സിഗ്നൽ കിട്ടി അവൻ പോവാണ്. വരവും പോക്കും കഴിഞ്ഞു ഒരു സമയം കൊണ്ട്. നമ്മുടെ പണ്ടത്തെ ഗരീബ് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മുടെ പച്ച ലിവറിയിലുള്ള ഗരീബ് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഗരീബ് ഒരുപാട് അപാകതകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉള്ള ഗരീബ് മൊത്തം AC എക്കണോമിക് കോച്ചുകളാണ്. അപ്പോൾ ഇത് കണ്ടു, ബാക്കിൽ 3 AC ചേർക്കാറാണ്. നമ്മൾ ഇൻ്റർസിറ്റിയിലൊക്കെ ഉള്ള പോലെ തന്നെ 3 AC ചേർക്കാറാണ്. ഇന്ത്യൻ ശതാബ്ദിക്കൊക്കെ ഉള്ള പോലെ തന്നെ കണ്ടോ. അത്യാവശ്യം നല്ല കംഫർട്ടാണ് കേട്ടോ. ഇതിന് 3 AC ചേർക്കാറാണ് നമ്മുടെ ഗരീബിനുള്ളത്. ഇതിൻ്റെ നമ്പർ ഞാൻ പിന്നീട് ഇതിൽ പറയാം ഈ വണ്ടിയുടെ. അപ്പം നമ്മൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം ഗരീബിനാണിത്. പോവാണ്. അവൻ ഹോണടിച്ച് ഏൽപ്പിച്ചു വരണേ ശരിക്കും പറഞ്ഞാൽ. സത്യം ഗൈസ്, അവൻ അടുത്ത് വന്നപ്പോൾ ഹോണടിച്ചു. അപ്പോഴാണ് ഞാൻ എത്തത്. അപ്പോഴാണ് ഇവനെ ഞാൻ കണ്ടത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതൊരു നിമിത്തമാണ് ശരിക്കും പറഞ്ഞാൽ. ആ വണ്ടി വന്നതും ഇവിടെ ഈ അടുത്തെത്താറായപ്പോൾ ഒരു ഹോണടിച്ചു വണ്ടി. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, അയ്യോ ദൈവമേ ഗരീബ്രതെന്ന്. അവൻ പോവാണ് ഗൈസ്. പതുക്കെയാണ് പോകുന്നത്, കാരണം മുമ്പിൽ ഫ്ലൈറ്റ് പോയിട്ടുണ്ട്. അതുകൊണ്ട് അവന് ഫ്ലൈറ്റ് ആ ഒരു സെക്ഷൻ ക്ലിയർ ചെയ്യുന്നത് വരെ ബുദ്ധിമുട്ടാണ്. ഭാവിയിൽ ഈ ഒരു സെക്ഷൻ ഓട്ടോമാറ്റിക് സിഗ്നലാവും എന്ന് പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ആയാൽ മതിയായിരുന്നു. അപ്പം ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ഗരീബ്രത് പോയി. ഒരു സർപ്രൈസ് എൻട്രി ആയിരുന്നു അവൻ്റെ. അത്രയൊക്കെ ഉള്ളൂ. ഇനിയും വണ്ടികൾ വരാനുണ്ട്. അവർ വരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം ഗൈസ്. ഇത് മിക്കവാറും ധൻബാദ് ആലപ്പുഴ തന്നെ ആയിരിക്കണം കേട്ടോ. വണ്ടിയുടെ ബോർഡ് നോക്കിയിട്ട് ഞാൻ പറയാം ഈ വണ്ടി ഏതാണെന്ന്. ഇതിൻ്റെ പിന്നിലാണ് ഹിമസാഗർ എന്ന് തോന്നുന്നു. ഇതിൻ്റെ പിന്നിലോ മുന്നിലോ ആണ് ഹിമസാഗർ വരുന്നത്. ഇതിപ്പം ആരാണെന്ന് അറിയില്ല ഗൈസ്, നോക്കാം. ഇത് അതന്നെ ധൻബാദ് ആലപ്പുഴ.
guys. ഈ വണ്ടി ക്ലീൻ ചെയ്യുന്നവരുടെ അവസ്ഥയാണ് ഞാനൊന്ന് ആലോചിക്കണത്. ദൈവമേ, ഇത്രയും മണമൊന്നും പറഞ്ഞാൽ തീരൂല ഈ വണ്ടിക്ക്. ഇതൊക്കെ വൃത്തിയാക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ. ഈ വണ്ടിക്ക് പ്രൈമറി മെയിൻ്റനൻസ് ഉണ്ട്, അല്ല പ്രൈമറി മെയിൻ്റനൻസ് ഉണ്ട് ആലപ്പുഴ ചെന്ന് കഴിഞ്ഞാൽ. അപ്പം എന്തായാലും ഇതിപ്പോൾ അറിയില്ല, ഇതിപ്പം അവരുടെ അവസ്ഥ എന്തായിരിക്കുക, ചെയ്യുന്നവരുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് നാറ്റമാണ് ഈ വണ്ടിക്ക്. പല വണ്ടികളും അതെ, ഡെസ്റ്റിനേഷൻ അല്ല സോഴ്സിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഓൺ ദി വേ ആകുമ്പോഴാണ് പല വണ്ടികളിലും ഇങ്ങനെ ഇതായിട്ട് പോകുന്നത്. പല കാരണങ്ങൾ കൊണ്ടാവാം. പലപ്പോഴും കോച്ചിൽ വെള്ളമില്ലാണ്ട് വരുമ്പോഴൊക്കെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും അവനും കടന്നുപോയി. ഇനി ഹിമസാഗർ വരാനുണ്ട്. SMBD കട്ര കന്യാകുമാരി ഹിമസാഗർ വരാനുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സെക്ഷനിലാണ് വണ്ടി ഉണ്ടാവുക. അപ്പോൾ ഹിമസാഗർ വരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം ഗൈസ്. എൻ്റെ പൊന്നെ, ഹിമസാഗറും മംഗള ലക്ഷദ്വീപും പരസ്പരം ക്രോസ് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇരിഞ്ഞാലക്കുട വെച്ച് രണ്ട് വണ്ടികളും പരസ്പരം ക്രോസ് ചെയ്ത് പോയി. മംഗള അങ്ങോട്ടും പോയി, ഹിമസാഗർ ഇങ്ങോട്ടും പോയി. എന്താ അല്ലേ? നമ്മുടെ LTTയിലേക്ക് പോകുന്നത് എത്ര മതി? മുംബൈ LTT നേത്രാവതി എക്സ്പ്രസ്. അവിടെ നിന്നുള്ള വണ്ടീനെ കാണാൻ നല്ല മഴയത്തുണ്ട്. മഴ സമയത്തൊരു ട്രെയിൻ സ്പോട്ടിങ്ങും ട്രെയിനിൻ്റെ ട്രാവലിങ്ങും എല്ലാം കൂടി നല്ലൊരു എക്സ്പീരിയൻസാണ്. ആരാന്നറിയില്ല, ഇപ്പോൾ വരുന്നുണ്ട്. അവിടെ നിന്ന് കേട്ടു. പീസാണല്ലോ. ഓട്ടോമാറ്റിക്കാണ് ഇത്.
ഏതോ